സ്ഥലത്തൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ എല്ലാ ക്യാമ്പുകളിലും ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന് ഭക്ഷണം കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ടോ, ഒന്ന് ലൈറ്റ് ഇലക്ട്രിസിറ്റി അറേഞ്ച്മെന്റ്സ് കറക്റ്റായിട്ട് ഉണ്ടോ, ടോയ്ലറ്റുകൾ കറക്റ്റായിട്ടുണ്ടോ, മെഡിസിൻസ് ഉണ്ടോ, ഡോക്ടർമാരുടെ. സുഹൃത്തുക്കളെ, ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി നുണ പറയുകയാണെന്നും പറയില്ല. അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങൾ അപര്യാപ്തമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ധരിപ്പിക്കുന്നില്ല. വളരെ ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇവർ തമ്മിൽ നടക്കുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ ഇതിനെക്കുറിച്ച് പറയുള്ളൂ. ഇന്ന് രാവിലെയാണ് ഇദ്ദേഹം ഒരു 12 മണിയോടനുബന്ധിച്ചാണ് ഈ ഒരു പത്രസമ്മേളനം നടത്തുന്നത്. ബുധനാഴ്ചകളിലാണോ ഇദ്ദേഹത്തിന് പത്രസമ്മേളനം വരിക. ആ ഒരു പത്രസമ്മേളനം കഴിഞ്ഞ ആ ഒരു നിമിഷം തന്നെ നമ്മുടെ ഇപ്പോൾ ക്യാമ്പുകളിൽ ഒരുപാട് പേർ താമസിക്കുന്നുണ്ട്. ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന ചില ആളുകളുടെ പ്രതികരണങ്ങൾ റിപ്പോർട്ടർ TV പുറത്തു കൊണ്ടുവന്നിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കഴിഞ്ഞ അതേ സമയത്ത് തന്നെയാണ് ഈ വാർത്തകളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് എത്തിയത്. എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഇദ്ദേഹത്തിനോട് ഉദ്യോഗസ്ഥന്മാര് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജനപ്രതിനിധികള് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട വിവരമാണ്. ഇദ്ദേഹം എല്ലാ ക്യാമ്പിലും പോയിട്ട് കറങ്ങി നടന്ന ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അത് നടക്കുന്ന കാര്യമില്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അതൊരു ശരിയായ നേതാവിന്റെ രീതിയുമല്ല. കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് വിവരങ്ങൾ നൽകുക എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാരുടെ ജനപ്രതിനിധികളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അത് അവിടെ നടക്കുന്നില്ല എന്നുള്ളത്. നോക്കൂ, ഇന്ന് രാവിലെ തന്നെ അപ്പോൾ കിട്ടിയൊരു റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു. ഇല്ല, ഒന്നും കിട്ടിയില്ല. ഇവിടെ വന്നിട്ട് ഇതുവരെ അവിടെ ചാരം പച്ചവെള്ളം കൊണ്ടിട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞ ഒരു സെറ്റ് തരാമെന്നെല്ലാം പറഞ്ഞ രാവിലെ ഗ്യാസും ഒരു അടുപ്പും മാത്രം കൊണ്ടുവച്ച്, പിന്നെ ആ റവയും സാധനം എത്ര സാധനം കൊണ്ട് വെച്ചിട്ടു, അതേ ഉള്ളൂ. വേറെ എന്ത് ഒഴിക്കാനുള്ള എണ്ണ സാധനം ഒന്നുമില്ല. കുടിവെള്ളം പോലും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാമത് വരുത്തിച്ച കുടിവെള്ളമല്ല. പിള്ളേർ കഴിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ കുറച്ച് ശകലം ചോറ് കൊടുത്തു പിള്ളേർക്ക്. പിന്നെ രാത്രി അവർക്ക് വിശന്നിട്ട് ഇവന്റെ സ്കൂളിലെ സാറിനെ വിളിച്ചിട്ട് സാറ് രാത്രി കൊണ്ട് ബ്രെഡും പഴവും എല്ലാം കൂടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. നോക്കൂ, ദുരിതാശ്വാസ ക്യാമ്പാണ്. അത് ദുരിത ക്യാമ്പാക്കി മാറ്റരുതെന്നുള്ള വളരെ കുറച്ചു പേർ മാത്രമാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ 2018 നമ്മുടെ കേരളം അനുഭവിച്ച അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. അന്ന് എത്ര ക്യാമ്പുകളായിരുന്നു, എത്ര പേരായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത്. അന്ന് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ, അപാലവൃത ജനങ്ങൾ മുഴുവൻ ഇവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. എല്ലാ കോണുകളിലും സഹായങ്ങൾ എത്തി. അത് ഗംഭീരമായിരുന്നു അന്നത്തെ പ്രവർത്തനം. അന്നത്തെ പ്രശ്നമൊന്നും ഇന്നത്തെ ഗവൺമെന്റ് അനുഭവിക്കുന്നേയില്ല. അതിനൊരു ശതമാനം പോലും അനുഭവിക്കുന്നില്ല എന്ന് പറയാം. എന്നിട്ടും കൃത്യമായിട്ട് നോക്കൂ, ഇപ്പോഴവരെന്താ പറഞ്ഞേ, ഞങ്ങൾക്ക് കുടിക്കാനോ കുളിക്കാനോ ഒരു വസ്തുവും ഇവിടെ കിട്ടുന്നില്ല, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ള വാർത്തയാണ്. ഇത് നമ്മുടെ റിപ്പോർട്ടർ TV ആയിരുന്നു ഈ ഒരു വാർത്ത കൊണ്ടുവന്നത്. പിന്നീട് ഇതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ MLA അവിടെ വരുന്നു. MLA വന്നപ്പോൾ രസം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പോർട്ടർ TV ആ ഒരു ക്യാമറമാനെതിരെയും ഒപ്പം തന്നെ റിപ്പോർട്ടറിനെതിരെയും ചാടിക്കയറുക ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്തരം വിവരങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഓരോ വാർത്താ മാധ്യമങ്ങളുടെ ലക്ഷ്യമാണ്, അവരുടെ ഉദ്ദേശമാണ്. അത് നടത്തുമ്പോൾ അവരെ ചാടിക്കയറി കടിക്കാൻ പോയി കഴിഞ്ഞാലോ? ഇത് കണ്ടു നോക്കി. ആ മനുഷ്യനെ കണ്ടില്ലേ? രാവിലെ പരാതി പറഞ്ഞൊരു ചെറുപ്പക്കാരനാ, ഒരു കുഞ്ഞുമായി എന്ന് പരാതി പറഞ്ഞ ചെറുപ്പക്കാരനാ. ചേട്ടൻ ഇവിടെ വന്നുകൊണ്ട് ഇവിടെ ഭക്ഷണം കിട്ടി. വാർത്താ മാധ്യമങ്ങളിൽ ഈ റിപ്പോർട്ട് വന്നത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടി, അല്ലാതെ ഇവിടെ ഒരു തേങ്ങയും കിട്ടിയില്ല എന്നാണ് ആ ഒരു നാട്ടുകാരൻ പറയുന്നത്. ഇത് ശരിയല്ലേ? അവരെന്ത് ചെയ്യുന്നേ? വീട്ടിലെല്ലാം ഒഴുകിപ്പോയിരിക്കുന്നു. അവർക്ക് കുടുംബത്തിന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ച് കഴിക്കാൻ പറ്റില്ല. ക്യാമ്പുകൾ നടത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം പഞ്ചായത്ത് അധികൃതർ ഉണ്ടായിരിക്കും, ബ്ലോക്ക് അധികൃതർ ഉണ്ടാവും, ജില്ലാ കമ്മിറ്റിക്കാണ് അതിന് ഉത്തരവാദിത്തം ഉള്ളത്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒന്നു ചേർന്ന് അവിടുത്തെ ഓരോ ക്യാമ്പിലേക്കും ആരോഗ്യ പ്രവർത്തകർ എത്തണം, ഓരോ ക്യാമ്പിലേക്കും ഭക്ഷണം എത്തണം, വേണമെങ്കിൽ അവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം, അതിനുള്ള സന്നദ്ധരായിട്ടുള്ള ചെറുപ്പക്കാരെ കണ്ടെത്തണം. കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്, സിമ്പിൾ ഒന്നല്ല, കുറച്ച് മെനക്കെട്ട പരിപാടിയാ. അതിനെന്ത് വേണം? നമ്മുടെ ആളുകളിലേക്ക് റൂട്ടായിട്ട് ഇറങ്ങാൻ സാധിക്കണം. അങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ പറ്റിയ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ഉണ്ടാവണം, ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണം. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തകർ താഴെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം അത്തരം പറച്ചിലുകൾ. ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, പട്ടിണി കിടക്കേണ്ടി വരും. ദുരിതാശ്വാസ ക്യാമ്പുകൾ ദുരിത ആശ്വാസ ക്യാമ്പുകൾ ദുരിത ക്യാമ്പുകളായിട്ട് മാറുമെന്നുള്ളതാണ്.
എന്തായാലും റിപ്പോർട്ടർ ചാനലിനെതിരെയാണ് ഇപ്പോൾ കുതിര കയറി. ആളുകൾ ബോധ്യപ്പെടുത്തുമ്പോ ചേച്ചിയോട് മോശമായ രീതിയിൽ സംസാരിച്ചോ? അവസാനം റിപ്പോർട്ടറോട് പറയുന്നത് എന്താണ്? നിങ്ങളൊരു രാഷ്ട്രീയം കളിക്കുക എന്നാണ്. എന്ത് രാഷ്ട്രീയം കളിക്കല്? ഇനി ഈ റിപ്പോർട്ടർ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറയുന്ന വാക്ക് ഇവർക്ക് ഈഗോയാണെന്ന്. എന്താ ഈഗോ? അതായത് 2 ക്യാമ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ 2 ക്യാമ്പുകളാണ്. ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ 100, 200, 300, 400, 500 മീറ്റർ കഴിഞ്ഞിട്ടാണ് വേറെ ക്യാമ്പ് വിചാരിക്കുക. ഈ ക്യാമ്പത്തെ ആളുകൾ ഈ ക്യാമ്പിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും. എങ്ങനെയുണ്ട്? പിന്നെ ഇന്ന 2 ക്യാമ്പ് കൂടിയാണ് ഒന്നാക്കിയ പോരെ, ക്ലബാക്കിയ പോരെ. അത് ചെയ്യുന്നില്ല. എന്നിട്ട് ഇവർക്ക് ആ ക്യാമ്പിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഈഗോയാണെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്. നല്ലതുപോലെ തിന്നാൻ കിട്ടുമ്പോഴേ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നും. തങ്ങളുടെ വീട്ടിലേക്ക്, തങ്ങളുടെ പറമ്പിലേക്ക്, തങ്ങളുടെ പുരയിടത്തിലേക്ക് വെള്ളം കയറാത്തോളത്തോളം കാലം ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ കഴിയുമെന്നുള്ളതാണ്. കേട്ടോ? പക്ഷെ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു ഈഗോ ഉണ്ടായിട്ട് അവർക്ക് അപ്പുറത്ത് ഭക്ഷണം കിട്ടിയില്ല. തുറന്നു പറയുന്നത് നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെവി പറഞ്ഞ കാര്യമില്ല. തുറന്നു ജനങ്ങളൊക്കെ ഞങ്ങൾ പറയും. സാറന്മാരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യം പറയും. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ സമ്മതിക്കരുത്. ഈ ക്യാമ്പിന്റെ ചുമതല ആർക്കാണ്? ഈ ക്യാമ്പിന്റെ കണ്ടില്ലേ? ആ ഉദ്യോഗസ്ഥന്റെ മേൽക്കൽ ചുമതലയുള്ളത്. ആ ഉദ്യോഗസ്ഥൻ പറയണ ഈ ആളുകൾക്ക് ഈഗോയാണെന്ന്. എന്ത് ഈഗോ? അപ്പുറത്തെ ക്യാമ്പിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന പറയുന്നതാണ് ഈഗോ. എന്തിനങ്ങനത്തെ ഏർപ്പാടുണ്ടാക്കണം? എവിടെയെങ്കിലും ഒരു ക്യാമ്പ് ഉണ്ടെങ്കിൽ അവിടേക്ക് ഭക്ഷണം എത്തിക്കണം. ഇനി ഇദ്ദേഹം തന്നെ പറയും. നോക്കൂ, വെൽഫെയർ ഓഫീസർ, റവന്യൂ ഓഫീസർ ഉണ്ട്. പക്ഷെ ഫുഡ് മറ്റുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതായത് 150 പേരുണ്ട്. 150 സ്വാഭാവികമായും അത്തരത്തിലൊരു ക്യാമ്പിൽ ഭക്ഷണം പാചകം ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അപ്പുറത്തുനിന്ന് പോയി കഴിക്കണമെന്നൊരു സാഹചര്യത്തിലേക്ക് പറയുന്നത്? കാരണം രാവിലെ ഇവർ കൊണ്ടുവന്ന് കൊടുത്തു, ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു, ഗ്യാസ് സൗകര്യം തിരിച്ചെടുത്ത് കൊണ്ടുപോയി. അതൊക്കെയാണ് ഇവരൊരു ബുദ്ധിമുട്ടായി പറയുന്നത്. ചില ആളുകൾ മോശമായി സംസാരിച്ചു എന്നും പറയും. 150ഓളം പേരുണ്ട് ആ ക്യാമ്പിൽ. ആ 150ഓളം പേര് ഒരു ക്യാമ്പിലുണ്ടെങ്കിൽ അവിടെ ഭക്ഷണം ഉണ്ടാക്കണമെന്നുള്ള നിർബന്ധമാണ്. അത് ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ടാണ് ഈ ഒരു വർത്തമാനങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും റിപ്പോർട്ടർ ചാനലിൽ ഇങ്ങനത്തെ വാർത്ത വന്നുകൊണ്ട് കാര്യമുണ്ടായി. കണ്ടോക്കിയേ, ഭക്ഷണം വരുന്നു. ഏതായാലും നമ്മുടെ വാർത്ത ഫലം കണ്ടിരിക്കുന്നു. അഖിലിന്റെ ആ ക്യാമ്പിലെത്തിയുള്ള ആ ഒരു തത്സമയ റിപ്പോർട്ടിംഗ്, ആ ക്യാമ്പിലെ ജനങ്ങളുടെ നോക്കൂ, ഒരു സ്ഥലത്ത് ഭക്ഷണം കിട്ടണമെങ്കിൽ ഇപ്പൊ എന്ത് വേണം? റിപ്പോർട്ടർ ചാനൽ അല്ലെങ്കിൽ അതുപോലത്തെ ചാനലുകൾ വാർത്ത കൊടുക്കണം. അല്ലാതെ ദുരിത ആശ്വാസ ക്യാമ്പുകളിൽ എന്ന് വെച്ചാൽ ദുരിത ക്യാമ്പുകളിൽ എന്ത് കിട്ടുന്നില്ല? ഭക്ഷണം കിട്ടുന്നില്ല. ഇതാണോ സിസ്റ്റം നല്ലതുപോലെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഇതേ ക്യാമ്പിൽ വന്നിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. വിളിപ്പുറത്ത് ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും ഉണ്ടാവും. നിങ്ങളുടെ വിളിപ്പുറത്തുണ്ടാവും. ഏത് കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന എന്റെ പൊന്നു സാറേ, ഇത് വാക്കുകളിൽ പോരാ. വാക്കുകളിലായാൽ പോരാ, വാക്ക് മാത്രം പോരാ, അത് നടപ്പിൽ വരുത്താൻ കഴിയണം എന്നുള്ളതാണ്. ഇനി ബാക്കിയൊക്കെ നിങ്ങൾ എഴുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുത്. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. 2018 പ്രളയം പോലൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? കാരണം വളരെ ഒരു 3 ജില്ലകളിലാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. വെറും 3 ജില്ലകളിലാണ് ഭീകരമായ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ആ ഒരു 3 ജില്ലയുടെ നടന്ന ആ പ്രശ്നത്തെ പോലും കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യാൻ കഴിയാത്ത സിസ്റ്റമാക്കിയിട്ട് ഈ ഒരു വെറും 3 മാസം കൊണ്ട് നമ്മുടെ സിസ്റ്റത്തെ തകർക്കാൻ കഴിഞ്ഞുവെങ്കിൽ, ഈ കേരളം മുഴുവൻ ഈ പ്രളയം അലയടിച്ചിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സുഹൃത്തുക്കളെ? എന്ത് ചെയ്യും? ബൈ.